الحمد لله الذي خلق الإنسان علمه البيان. الصلاة والسلام على من أنزل إليه أفضل التبيان نبينا محمد الذي أرسل إلى كافة الإنس والجان وعلى آله وصحبه أهل الكرم والامتنان ومن تبع هداهم وكفى نحوهم بالإحسان أما بعد. സമാദരണീയനായ അധ്യക്ഷൻ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഉസ്താദന്മാരെ, ഏവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനും സർവേശ്വരനുമായ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകളായ മാനവരാശിക്ക് അനേകായിരം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം വരെ ഓരോ കാലഘട്ടത്തിലെ ജനങ്ങൾക്കും അല്ലാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ സദാ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കൂട്ടത്തിൽ പടച്ചവന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ് ഉമ്മത്തെ മുഹമ്മദിയ. അവർക്ക് നൽകിയ നിഅമത്തുകളെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് അസാധ്യമാണ്. എന്തിനേറെ പറയണം, ആ പ്രവാചകന്റെ അനുയായി ആവുക എന്നത് തന്നെ വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ്. കാരണം തന്റെ അനുയായികൾക്ക് വേണ്ടി ജീവിച്ച പ്രവാചകൻ പാവപ്പെട്ടവരുടെ പട്ടിണി അകറ്റുകയും അനാഥരുടെയും അഗതികളുടെയും അത്താണിയായി ജീവിച്ച മഹാമനുഷ്യൻ, അക്രമത്തിന്റെയും അന്ധകാരത്തിന്റെയും നീരാളിപ്പിടുത്തത്തിൽ വലിഞ്ഞു മുറുകുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾക്ക് വിശ്വവിമോചനത്തിന്റെ വറ്റാത്ത നീരുറവയായി നിലനിന്ന വിമോചകൻ, കള്ളും പെണ്ണും കൊള്ളയും കൊലയുമായി നടന്നു വരുന്നവരെ ആത്മസംസ്കാരത്തിന്റെ അതുല്യവും പഠിപ്പിച്ച അധ്യാപകൻ, മദീനയിലെ കിരീടം വക്കാത്ത രാജാവ്, ഒരേ സമയം ഭരണാധികാരിയായും യുദ്ധവേളയിൽ സൈന്യാധിപനായും കോടതിയിൽ നീതിമാനായും ഖാദിയായും അതേസമയം 9 വീടുകളിൽ സ്നേഹസമ്പന്നരായ ഒരു കുടുംബനാഥനായി ജീവിച്ചു കാണിച്ചു തന്ന ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഒരു ഭാഗത്ത് രാഷ്ട്രീയ നീക്കങ്ങളും യുദ്ധങ്ങളും നടക്കുമ്പോൾ മറുഭാഗത്ത് തന്റെ അനുയായികളെ സംസ്കരിക്കാനും പേരമക്കളെ കളിപ്പിക്കാനും സമയം കണ്ടെത്തിയ മാതൃകാ പുരുഷൻ. ആരെയാണ് നിങ്ങൾ വിമർശിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സ്ത്രീലമ്പടൻ എന്ന് വിളിക്കുന്നത്? അന്ന് മക്ക ഖുറൈശികൾ നബി തങ്ങളോട് താങ്കൾക്ക് എന്താണ് വേണ്ടത്? മക്കയിലെ ഏറ്റവും മുന്തിയ വാഹനമാണോ? അതല്ല, വിലമതിക്കാനാകാത്ത മണ്ണാണോ? സുന്ദരികളായ സ്ത്രീകളെയാണോ? സർവ്വതും സമർപ്പിക്കാൻ അവർ തയ്യാറായപ്പോൾ അവിടെ പ്രവാചകൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഈ കാണുന്ന സൂര്യൻ എന്റെ വലം കൈയിലും ചന്ദ്രൻ ഇടം കൈയിൽ വെച്ച് നിന്ന് പ്രബോധനം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ച പ്രവാചകന് സ്ത്രീകളെയാണ് വേണ്ടതെങ്കിൽ അത് പണ്ടേ ആവാമായിരുന്നു. ആരെയാണ് നിങ്ങൾ ക്രൂരൻ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ പഠിക്കുന്ന ഭൗതികശാസ്ത്രം ഭക്ഷണത്തിലെ കാൽസ്യവും കലോറിയവും എത്രയാണെന്ന് പഠിപ്പിക്കുമെങ്കിൽ ആ ഭക്ഷണത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് തന്റെ അയൽവാസിയെ കൂടി പരിഗണിക്കണം. എന്നും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠം പഠിപ്പിക്കാൻ ഞങ്ങളുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയൂ. നിങ്ങൾ ഇക്കാണുന്ന ആരോപണങ്ങളെ അഴിച്ചുവിടുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഭീരുക്കളല്ല ഞങ്ങൾ. ഞങ്ങളുടെ ചരിത്രത്തിൽ പോലും ഭീരുത്വമില്ല. അന്ന് ബദറിന്റെ യുദ്ധാഹ്വാനത്തിന് വേണ്ടി മടിച്ചു നിന്ന മൂസാ നബിയോട് ബനു ഇസ്രായേൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. നബിയെ, താങ്കൾ കൽപ്പിച്ചാലും ഈ കാണുന്ന മലയിൽ നിന്ന് താഴേക്ക് ചാടണോ അതിന് ഞങ്ങൾ തയ്യാറാണ്. അതല്ല, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഊഴിയിടണോ അതിന് ഞങ്ങൾ മടിക്കില്ല. നബിയെ, താങ്കൾ കൽപ്പിക്കുന്നതെന്തും അക്ഷരം പ്രതി അനുസരിക്കാൻ സന്നദ്ധരാണെന്ന് പ്രഖ്യാപിച്ചവരാണവർ. തീർന്നില്ല, അങ്ങ് റുസ്തമിന്റെ കൊട്ടാരത്തിൽ നിലത്ത് വീണ ഭക്ഷണം എടുത്തു കഴിച്ചതിന് ആക്ഷേപിക്കപ്പെട്ടവരാണവർ. ഈ കാണുന്ന പമ്പര വീട്ടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ഹബീബിന്റെ സുന്നത്തുകളെ ഉപേക്ഷിക്കണോ എന്ന് ഗർജിച്ചവരാണവർ. എന്തിനേറെ പറയണം, ലോകം കണ്ട ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായ സാക്ഷാൽ ഹിറ്റ്ലർ വരെ പറഞ്ഞില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ഒരു നേതാവിനെയും ഒരു അനുയായികളും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും തീരുന്നതുവരെ, ഞങ്ങളുടെ തൊണ്ടക്കുഴിയിലെ അവസാനത്തെ ശ്വാസം നിലനിൽക്കുന്നതുവരെ ഞങ്ങളുടെ പ്രവാചകന്റെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല.
പ്രിയപ്പെട്ട യുക്തിവാദികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രവാചകനെ വിമർശിക്കുന്നതിന് മുമ്പ് ആ ജീവചരിത്രം ഒന്ന് പഠിക്കുക. പ്രവാചകനെ പഠിച്ചവരാരും തങ്ങളെ വിമർശിച്ചിട്ടില്ല, പ്രവാചകനെ വിമർശിക്കുന്നവരാരും തങ്ങളെ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് എന്നെ മറികടക്കാതെ പ്രവാചകനെ തൊടാൻ കഴിയില്ല എന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വചനങ്ങളെ മുദ്രാവാക്യമായി മുറുകെ പിടിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.